കൂട്ടുകാരെ, ഞാൻ ഷിതാനി. കുട്ടിക്കൂട്ടം പരിപാടിയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പയ്യന്നൂർ BMLP സ്കൂളിലെ കൊച്ചു കലാകാരന്മാരെ പരിചയപ്പെടുത്താനാണ്. അതിൽ നൃത്തങ്ങളും കവിതകളും രചനകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കണ്ടു നോക്കിയാലോ? നൃത്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പെൺകുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാകും. പാട്ടിനൊത്ത് നൃത്തം ചെയ്യുക എന്നത് എല്ലാവരുടെയും ഒരു മോഹമാണ്. നിങ്ങളെല്ലാവരും നൃത്തക്കാരാണെന്ന് എനിക്കറിയാം. എങ്കിലും കൊച്ചു കൂട്ടുകാരി ജിൻഷ ഷാജിയുടെ ഒരു തമിഴ് ഗാനത്തിന് നൃത്തം വെക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എല്ലാവരും അവളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഓളങ്ങളിൽ പൗർണമി നിലാവിൽ കൊതുമ്പ് വെള്ളം തുഴഞ്ഞങ്ങനെ പോവുകയാണ് സന്മയ് പ്രിയേഷ് എന്ന 4ാം ക്ലാസ്സുകാരൻ. നമുക്ക് അവന്റെ മനോഹരമായ ഒരു ഗാനം ആസ്വദിക്കാം. ഞാൻ തന്മയ് പ്രിയേഷ് 4A പഠിക്കുന്നു. ലളിതഗാനം. അളകനന്ദ തീരം അരുണ സന്ധ്യാനേരം പൗർണമി താപസ കന്യകയോ ഒരാശ്രമ കന്യകയോ അളകനന്ദ തീരം അരുണ സന്ധ്യാനേരം പൗർണമി കന്യകയോ ഒരാശ്രമ കന്യകയോ പതിവുള്ള പോലെ നീ കുടമുല്ല പൂനുള്ളി മാലകൊരു കാത്തതെന്തേ പതിവുള്ള പോലെ കുടമുല്ല പൂനുള്ളി മാലകൊരു കാത്തതെന്തേ ഇതുവരെ പൂക്കാത്ത ചെമ്പകതയ്ക്കു നീ നീരുകൊടു കാത്തതെന്തേ സ്വപ്നരഥമേറിയൊരാൾ വന്നുവോ പുഷ്പശരമേറ്റു മനം നൊന്തുവോ അളകനന്ദ തീരം അരുണ സന്ധ്യാനേരം പൗർണമി പോലെ തെളിയുവതാരോ
പേര് റിഹാൻ റഷീദ്. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മദീനയില്ലെങ്കിൽ എന്തിനീ ഉലകം, മുത്ത് റസൂലില്ലെങ്കിൽ എന്തിനീ പ്രേമം. മദീനയില്ലെങ്കിൽ എന്തിനീ ഉലകം, മുത്ത് റസൂലില്ലെങ്കിൽ എന്തിനീ പ്രേമം. ബദറുകളില്ലെങ്കിൽ എന്തിനീ ചരിതം, ഉഹദുകളില്ലെങ്കിൽ എന്തിനീ കഥനം. ബദറുകളില്ലെങ്കിൽ എന്തിനീ ചരിതം, ഉഹദുകളില്ലെങ്കിൽ എന്തിനീ കഥനം. മദീനയില്ലെങ്കിൽ എന്തിനീ ഉലകം, മുത്ത് റസൂലില്ലെങ്കിൽ എന്തിനീ പ്രേമം. ഞാൻ ജാക്ലിൻ ബിനാസ് സ്റ്റാൻലി, ഹെഡ് മിസ്ട്രസ് BMLP സ്കൂൾ പയ്യന്നൂർ. പയ്യന്നൂർ വിഷൻ്റെ കുട്ടിക്കൂട്ടം എന്ന പരിപാടിയിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്കും പങ്കുചേരാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂടാതെ ഈ പരിപാടിക്കും നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേരിൽ ആശംസകൾ നേരുന്നു. താങ്ക് യു. ധ്യാൻ കൃഷ്ണ, 5ാം ക്ലാസ്സിൽ. എപ്പോഴാണ് ഈ ചിത്രരചനയുടെ ഒരു താല്പര്യം മനസ്സിലാക്കുന്നത്? ഞാൻ ചെറുതിലേ വരക്കലുണ്ട്. പിന്നെ കൊറോണ സമയത്താണ് കുറച്ചും കൂടെ യൂട്യൂബെല്ലാം നോക്കിയിട്ടാണ് വരക്കൽ. അന്നേരം കുറേ യൂട്യൂബ് ചാനലെല്ലാം നോക്കിയിട്ട് വരക്കും. അന്നേരമാണ് സ്റ്റെൻസിലാട്ടെല്ലാം ട്രൈ ചെയ്ത് നോക്കിനി. പിന്നെ എനിക്ക് സാധാരണ വരക്കാൻ ഇഷ്ടം എനിക്ക് പെൻസിൽ ഡ്രോയിങ് ആണ്. ഷെയ്ഡിങ് എല്ലാം ചെയ്തിട്ട് അധികം നല്ലോണം വരച്ചിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് 50 ഡ്രോയിങ് എല്ലാം ഉണ്ടാവും. എങ്ങനെയുള്ള ചിത്രങ്ങളാണ് വരക്കാൻ ഇഷ്ടം? എനിക്ക് ആളെ വരക്കലുണ്ട്, പിന്നെ സീനറി വരക്കും, മൃഗങ്ങളെ വരക്കും. കൂടുതലും ആളെയും സീനറി എല്ലാം വരക്കൽ. അച്ഛൻ വരക്കലും ചെയ്യും, എന്നാലും ഞാനത് കുറച്ചും കൂടെ വരക്കൽ. എനിക്ക് കുറച്ചും കൂടെ നല്ലോണം വരക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പോഴത്തേനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല വൃത്തി വരക്കാൻ ശ്രമിക്കുന്നുണ്ട്. ധ്യാൻ കൃഷ്ണ. അച്ഛൻ്റെ പേര്? ബൈജു. ദിവ്യ. അനിയത്തിയുണ്ട്. കുട്ടിക്കൂട്ടം പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. കുട്ടിക്കൂട്ടം പരിപാടി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോ കുട്ടികളിലും അടങ്ങിയിരിക്കുന്ന കഴിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അവർക്കൊരു വേദി ഒരുക്കുക എന്നതാണ് പയ്യന്നൂർ വിഷന്റെ കുട്ടിക്കൂട്ടം പരിപാടിയുടെ ലക്ഷ്യം. നിങ്ങളെയും ഞങ്ങളുടെ കുട്ടിക്കൂട്ടം പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വരണം. ഞങ്ങളുടെ ഫോൺ നമ്പർ 9497041561. എല്ലാവരും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു കുട്ടിക്കൂട്ടമായി ഞാൻ വീണ്ടും വരും. നിങ്ങളുടെ സ്വന്തം ഷിതാനി. ബൈ ബൈ. മോഹിനി കൈ തീണ്ടാത മോഹിനി ചൂടാന മോഹിനി കൈ തീണ്ടാത മോഹിനി വരിയമ്മ പുള്ള വരിയാ വരിയമ്മ മനെ വരിയാ തൊട്ടി പൊട്ടി പോകാമ കട്ടി കിട്ടി പോകത്ത വരിയമ്മ പുള്ള വരിയാ
മക്ക മണൽക്കാട് ചുറ്റി വരും കാറ്റ്, മുത്ത് റസൂലിൻ റൗള മുത്തി വരും കാറ്റ്. മക്ക മണൽക്കാട് ചുറ്റി വരും കാറ്റ്, മുത്ത് റസൂലിൻ റൗള മുത്തി വരും കാറ്റ്. കഥനങ്ങളെരിയും കരളിന് കുളിരായി ഒരു ഗീതം പാടുമോ നീ, ഒരു ഗീതം പാടുമോ നീ. മദീനയില്ലെങ്കിൽ എന്തിനീ ഉലകം, മുത്ത് റസൂലില്ലെങ്കിൽ എന്തിനീ പ്രേമം. എന്തിനു ദൂരെ നീ വീണട്ടു കേളി, കമലദളം നുള്ളി നിന്നു. എന്തിനു ദൂരെ നീ മിഴി നട്ടു കേളി, കമലദളം നുള്ളി നിന്നു. അകലെ നിലാക്കുയിൽ പാടും വിലോലമാം പാട്ടിനു നീ ചെവിയോർത്തു. സ്വപ്നരഥമേറിയൊരാൾ വന്നുവോ, പുഷ്പശരമേറ്റു മനം നൊന്തുവോ. അളകനന്ദ തീരം അരുണസന്ധ്യാനേരം, പൗർണമി പോലെ തെളിയുവതാരോ താപസകന്യ.